നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു യാത്ര പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ കോട്ടയത്ത് എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഈ വീട്ടിൽ അമ്മയാണ് താമസം. പക്ഷേ അമ്മ ഇന്നിപ്പോൾ ഇവിടെ ഇല്ല. അമ്മ വൈക്കത്ത് അമ്മയുടെ വീട്ടിൽ ഒരു ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്. 20 വർഷം മുമ്പ് അച്ഛൻ പണിത വീടാണിത്. അച്ഛൻ്റെ ചിത്രമാണ് കാണുന്നത്. അച്ഛൻ മരിച്ചിട്ടിപ്പോൾ 10 വർഷമായി. അമ്മയാണ് ഇവിടെ താമസിക്കുന്നത്. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഇവിടെ ആയിരുന്നില്ല ഞങ്ങൾ താമസിച്ചിരുന്നത്. അതായത് എൻ്റെ ബാല്യകാല സ്മരണകളൊന്നും ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടല്ല. അത് ഇവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ ദൂരെയുള്ള വീടാണ്. അതിപ്പോൾ ഞങ്ങൾ വിറ്റതിന് ശേഷം ഇവിടെ സ്ഥലം വാങ്ങിച്ചാണ് ഈ ഒരു വീട് വെച്ചത്. ആ വീടിപ്പോൾ പൂർണ്ണമായിട്ടും അതിൻ്റെ പഴയ ഡിസൈനൊക്കെ പോയിട്ട് ഒരു ടയർ ഷോപ്പായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാഴ്ച നമ്മൾ കാണുമ്പോൾ ദുഃഖം തോന്നാറുണ്ട്. പഴയ വീടിൻ്റെ രൂപഭാവങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. ഇപ്പോൾ ഇവിടെ താമസം ആരംഭിച്ചിട്ട് 20 വർഷത്തോളമായി. ഇവിടെ 1-2 കൗതുകമുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഒന്ന്, മിസ്റ്റർ ബൈജുവൻ നായരുടെ ഒരു ബാല്യകാല ചിത്രമാണ്. അന്നും ഇന്നും ഒരേപോലെ സുന്ദരൻ എന്നുള്ളതാണ് ബൈജുവൻ നായരുടെ പ്രത്യേകത. നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള ചിത്രമാണ്. പിന്നെ പ്രാഞ്ചേട്ടൻ സിനിമയിലൊക്കെ പറയുന്ന പോലെ അന്നേ അദ്ദേഹത്തിന് വാഹനബന്ധവും ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ചിത്രം കൂടെ ഉണ്ട്. ഞാനും ചേച്ചിയും കൂടെ സൈക്കിളിലിരിക്കുന്ന ചിത്രമാണിത്. ഇതിനൊക്കെ വളരെ കാലം പഴക്കമുണ്ട് എന്നറിയാമല്ലോ, കുഞ്ഞുകാലത്തെ ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിനി പോകുന്നത് മേഘമല എന്നൊരു സ്ഥലത്തേക്കാണ്. മേഘമല എന്ന സ്ഥലം മലയാളികൾക്ക് അത്ര സുപരിതമാകാനുള്ള സാധ്യതയില്ല. സത്യം പറഞ്ഞാൽ ഇത് കൊടൈക്കനാൽ ഹിൽസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഹില്ലാണ് എന്നാണ് പറയേണ്ടത്. മഞ്ഞുമൽ ബോയ്സ് കൂടി വന്നതോടുകൂടി കൊടൈക്കനാലിലേക്ക് ഇടിയാണ് എന്നാണ് കേട്ടത്. അതുകൊണ്ടാണ് നമ്മൾ കൊടൈക്കനാൽ ഒഴിവാക്കിയത്. തന്നെയല്ല, മേഘമല എന്ന് പറയുന്നത് വളരെ സുന്ദരമായൊരു സ്ഥലമാണ്. കൊടൈക്കനാൽ പോലെ തന്നെ ലേക്കുണ്ട്, അതുപോലെ തന്നെ ഹിൽ സ്റ്റേഷനാണ്, തേയിലത്തോട്ടങ്ങളുണ്ട്. അങ്ങനെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. തേനിയിൽ നിന്നും തിരിഞ്ഞാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 90 കിലോമീറ്ററോളം ദൂരെയാണ് മേഘമല. 5 മണിക്കൂറിനുള്ളിൽ എത്താൻ സാധിക്കും. പക്ഷേ ഇന്നിപ്പോൾ അങ്ങ് വരെ ഓടി എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോകുന്ന വഴി എന്തൊക്കെയാണ് എന്ന് നോക്കി പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇത് ഹൈറേഞ്ചിൻ്റെ കവാടമാണ് എന്നുള്ളതാണ്. കോട്ടയത്ത് നിന്ന് കുമളിയിലേക്ക് പോകുന്ന വഴി 10 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ വെള്ളൂർ എന്നൊരു സ്ഥലമാണ്. ഇത് പാമ്പാടി എന്ന കുറച്ചുകൂടി വലിയ സിറ്റിയാണ് ഇത് കഴിഞ്ഞ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പല സ്ഥലങ്ങളിലേക്കും പോകാം. ഉദാഹരണമായിട്ട് മധുര, കൊടൈക്കനാൽ, കുമളി, തേക്കടി, അങ്ങനെയുള്ള ഏത് സ്ഥലത്തേക്കും, പിന്നെ കട്ടപ്പന പോലുള്ള സ്ഥലങ്ങൾ എവിടെയും പോകാൻ പറ്റുന്ന എല്ലാത്തിൻ്റെ ഒരു ജംഗ്ഷനാണ് കോട്ടയം ടൗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തേക്കും പോകുന്ന ഈ വീടിൻ്റെ മുന്നിലൂടെയാണ്. അപ്പോൾ നമ്മോടൊപ്പം ഏതാണ് ഇന്നൊരു വാഹനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹ്യുണ്ടായി എക്സ്റ്റർ ആണ്. ഹ്യുണ്ടായുടെ ഏറ്റവും മനോഹരമായ മൈക്രോ SUV ആണ് എക്സ്റ്റർ. അതിൻ്റെ AMT മോഡലുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വഴിയിൽ പലതരത്തിലുള്ള റോഡുകളിലൂടെ നമ്മൾ കടന്നു പോകും. ഇപ്പോൾ കേക്കാറോഡ് എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ മുന്നിൽ കൂടെയുള്ള റോഡ് അതിമനോഹരമായ റോഡാണ്. അതിനുശേഷം നമ്മൾ വലിയ കയറ്റം കയറി കുമളിയിലെത്തുന്നു. കുമളിയിൽ നിന്നും വലിയ ഇറക്കം ഇറങ്ങി തമിഴ്നാട്ടിലെത്തുന്നു. അവിടെ നിന്നും തേനിയിലേക്കുള്ള ഗംഭീരമായ ഹൈവേയിലൂടെ പോകുന്നു. അതിനുശേഷം വളവുകൾ നിറഞ്ഞ മേഘമലയിലേക്കുള്ള റോഡുകളിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരം റോഡുകളെല്ലാം ഈ എക്സ്റ്റർ എന്ന യുവാവ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. അതൊക്കെയാണ് നമ്മുടെ യാത്രയുടെ ഉദ്ദേശം. തന്നെയല്ല, മേഘമല അറിയാത്തവരെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. ഇതാ കിടക്കുന്നു നമ്മുടെ എക്സ്റ്റർ, നല്ല സ്റ്റിക്കറൊക്കെ ഒടിച്ച് കിടക്കുന്നു. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ മേഘമലയുടെ കാഴ്ചകളിലേക്കും എക്സ്റ്ററിൻ്റെ ഡ്രൈവിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പാമ്പാടിയിലേക്ക് പ്രവേശിക്കുകയാണ്. പാമ്പാടി എന്ന് പറയുന്നത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചെറിയ ടൗൺ. ഞങ്ങളെ സംബന്ധിച്ച് വലിയ സിറ്റി തന്നെയാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അത് വായനയൊക്കെ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൊൻകുന്നം വർക്കി എന്ന നമ്മുടെ പ്രസിദ്ധനായ സാഹിത്യകാരൻ വളരെ കാലം ജീവിച്ചിരുന്നത് പാമ്പാടിയിലാണ്. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും, അതായത് ഹോട്ടലുകളായാലും ബാർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ ഏറ്റവും അടുത്തുള്ള ഒരു സിറ്റിയാണ് പാമ്പാടി. പാമ്പാടി കടന്നാണ് നമ്മളിനി കുമളി, അതുപോലെ തന്നെ തേക്കടി, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നത്. ഇപ്പോൾ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് പൊൻകുന്നം ടൗണിലേക്കാണ്. പൊൻകുന്നം ടൗണിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സിനിമ താരം ബാബു ആൻ്റണിയുടെ വീട്. അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ കുടുംബവക തിയേറ്ററും കൂടാണ് ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഈ പിങ്ക് നിറമുള്ള ഈ വീടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്. അത് കഴിഞ്ഞ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബം വക തിയേറ്ററാണ്. നമ്മൾ ബാബു ആൻ്റണിയുടെ ചേട്ടൻ, തമ്പി ആൻ്റണി ചേട്ടൻ്റെ സാൻ ഫ്രാൻസിസ്കോ US വീട്ടിൽ പോയി അദ്ദേഹത്തെ പറ്റി വീഡിയോ വരുന്നു. അദ്ദേഹം നടനും സിനിമ സംവിധായകനും സിനിമ നിർമ്മാതാവും എഴുത്തുകാരനും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാണ് നമ്മളതൊരു വീഡിയോ ചെയ്തത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ പൊൻകുന്നം ടൗണിലേക്ക് പ്രവേശിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെയാണ് നമ്മൾ എവിടെ പോയാലും നമ്മൾ ആഹാരം കഴിക്കുന്നത്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇന്ത്യൻ കോഫി ഹൗസിലായിരിക്കണം നമുക്ക് നിർബന്ധമുള്ളതുകൊണ്ട്
അപ്പോൾ നമ്മൾ മുണ്ടക്കയം കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ മലനിരകളാണ് വാഗമൺ മലനിരകൾ. നമ്മൾ മുന്നോട്ട് പോയിട്ട് കുട്ടിക്കാനത്തു നിന്നും തിരിഞ്ഞ് ഏലപ്പാറ വഴി നേരെ വാഗമണിലേക്ക് എത്താൻ സാധിക്കും. അതിമനോഹരമായ കാഴ്ചയാണിത്. അതായത് സഹ്യപർവ്വതം നമ്മളിങ്ങനെ സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ കുട്ടിക്കാനത്ത് നിന്ന് 1.5 കിലോമീറ്റർ തിരിഞ്ഞ് വളരെ മോശം വഴിയായിരുന്നു കേട്ടോ, അതുവഴി ഓടി നമ്മളൊരു സ്ഥലം കാണാൻ വന്നിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര്, നമ്മൾ കാണാൻ പോകുന്ന കെട്ടിടത്തിൻ്റെ പേര് അമ്മച്ചി കൊട്ടാരം എന്നാണ്. നിങ്ങൾ കാർബൺ എന്ന നമ്മുടെ ക്യാമറമാൻ വേണുചേട്ടൻ സംവിധാനം ചെയ്ത ഫഹദ് ഫാസിലും മമത മോഹൻദാസൊക്കെയുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ പൂർണ്ണമായിട്ടും എന്ന് തന്നെ പറയാം ഈ ഒരു കെട്ടിടമാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ സിനിമയിൽ ക്യാരക്ടർ തന്നെയാണ് കെട്ടിടം എന്ന് പറയാം. ഈ കെട്ടിടത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സമ്മർ പാലസ് ആയിരുന്നു. ചൂടുകാലത്ത് അവരും താമസിക്കുന്ന സ്ഥലമാണ്. അമ്മച്ചി കൊട്ടാരം എന്നറിയപ്പെടാൻ കാര്യം വെച്ചാൽ രാജാക്കന്മാരുടെ ഭാര്യമാർ അഥവാ രാജ്ഞി എന്ന് പറയുന്നത് അവരെ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂറിൻ്റെ കാര്യത്തിൽ അമ്മച്ചി എന്നായിരുന്നു. അപ്പോൾ അമ്മച്ചി കൊട്ടാരം എന്നറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇത് 210 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണ്. മൺറോ സാഹിബാണ് ഇത് നിർമ്മിച്ചത്, സാഹിബന്മാർ നിർമ്മിച്ചതാണ്. അതിനുശേഷം രാജാവ് ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എക്സ്റ്റീരിയറിൽ ഈ കെട്ടിടത്തിൻ്റെ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു രീതിയിൽ നിർമ്മിച്ചതും ഇൻറ്റീരിയർ ശരിക്കും യൂറോപ്യൻ സ്റ്റൈലുമാണെന്നാണ് കേട്ടിരിക്കുന്നത്. എന്തായാലും ഞാനും ആ സിനിമയെ കണ്ട പരിചയമുള്ളൂ. അപ്പോൾ കുട്ടിക്കാനം വഴി കടന്നു പോയി പെട്ടെന്ന് അത് നോർത്തു. മറ്റൊരു കാര്യമുള്ളത്, നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്ന വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ലൂസിഫർ എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ മീശ പിരിക്കാതെ വില്ലീസ് ജീപ്പൊക്കെ ഓടിച്ചു പോയ ആ വഴിയാണ്. ഇപ്പം മോശം വഴിയാണ്. ആ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മച്ചി കൊട്ടാരം തൊട്ടടുത്താണ്. അപ്പോൾ അങ്ങനെ ലാലേട്ടൻ വില്ലീസ് ഓടിച്ച വഴിയിലൂടെ ബൈജു എക്സ്റ്റർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വഴിയുടെ തുടക്കത്തിൽ കുറച്ച് ഭാഗം വളരെ മോശമായിരുന്നു. അപ്പോഴാണ് നമ്മൾ എക്സ്റ്റർ എന്നുള്ള ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ ഒരു മികവ് മനസ്സിലാക്കിയത്. ഞാൻ വെറുതെ ചവിട്ടി പിടിച്ചങ്ങ് ഓടിപ്പോന്നു, ഒന്നും അറിഞ്ഞില്ല. അത്രയും ഗംഭീരമായ സസ്പെൻഷനാണ്. അതിനെപ്പറ്റി കൂടുതൽ പറയാനുണ്ട്. എങ്കിലും ഇപ്പോൾ നമ്മൾ ഇടതുവശത്ത് കാണുന്നതാണ് അമ്മച്ചി കൊട്ടാരത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ആ പഴയ കെട്ടിടം, അതിൻ്റെ എൻട്രൻസിൻ്റെ തൂണൊക്കെ ഏതാണ്ട് ദ്രവിച്ച അവസ്ഥയിൽ കാണുന്നു. ഇതിപ്പോൾ രാജാവിൻ്റെ ഉടമസ്ഥതയിലല്ല എന്നാണ് അറിയുന്നത്, ഏതോ പ്രൈവറ്റ് പാർട്ടികളുടെ ഉടമസ്ഥതയിലാണ്. അവരിത് എന്ത് ചെയ്യാനാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു ചരിത്ര സ്മാരകം എന്നുള്ള നിലയ്ക്ക് നിലനിർത്തുമെന്ന് നമുക്ക് ആശിക്കാം. ഇവിടെ ഒരു സ്തൂപം കാണുന്നു. ഇതൊക്കെ പഴയ രാജാക്കന്മാരുടെ മുദ്രകളായിട്ട് കണക്കാക്കാവുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ പടവുകൾ കയറുകയാണ്. മുകളിലെത്തിയാലേ അറിയാൻ പറ്റൂ നമ്മളെ കയറ്റുമെന്നുള്ള കാര്യം. കയറ്റുമെന്ന് വിളിച്ച് പറയുന്നുണ്ട് മുകളിൽ നിന്ന്. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് നടന്നു പോകാം. നമ്മളോടൊപ്പം ഒരു സംഘം ആളുകൾ പിന്നിൽ വന്നിട്ടുണ്ട്. അത് എടുത്തോണ്ടൊക്കെ വരുന്നുണ്ടല്ലോ. അതെന്ത് പറ്റി എടുത്തോണ്ട് വരുന്നത്? ആണോ? ആ ശരി. നിങ്ങളെവിടുന്നാ സ്ഥലം? കൊല്ലം. ഇതാണ് ഒരുമയുണ്ടെങ്കിൽ മുലക്കമേലെന്ന് പറഞ്ഞ പോലെ കൂട്ടുകാരുണ്ടെങ്കിൽ കാല് വയ്യാത്ത ആൾക്കാർക്കൊക്കെ ഏത് സ്ഥലത്തും എത്താം. അങ്ങനെ നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. രാജാവിൻ്റെ കുതിരവണ്ടിയൊക്കെ കിടന്നിരുന്ന ഷെഡായിരിക്കും ഇപ്പം ഒഴിഞ്ഞു കിടക്കുന്നു. ഇത് ശരിക്കും എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഹിൽ സ്റ്റേഷനിലൊക്കെ കാണുന്ന വീടുകളുടെ ആ ഒരു രീതി തന്നെയാണ്. ഫുൾ ഗ്ലാസ്സൊക്കെ ഇട്ട് തടി കൊണ്ടുള്ള പാനലൊക്കെ ആയിട്ട്. ഉൾഭാഗത്തേക്ക് നമുക്കിന്ന് കയറി നോക്കണം. ഇതിപ്പോൾ ഏതാണ്ടൊരു നാശോന്മുഖമായിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിത് കാണുമ്പോൾ പെട്ടെന്ന് കാർബൺ സിനിമ ഓർക്കുമായിരുന്നു. അവരവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന ആ സീനൊക്കെ അതിലിങ്ങനെ ഓർമ്മ വരുന്നു. അത്ര വലിയ ബിൽഡിങ്ങൊന്നുമല്ല, ഒരു സമ്മർ പാലസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിൽ വലിയ കൊട്ടാരമൊക്കെ വരുമെങ്കിൽ അങ്ങനെ വലിയ കൊട്ടാരമായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഏറ്റവും മുകളിൽ നിർമ്മിച്ച വർഷം 1871. തിരുവിതാംകൂറിൻ്റെ എംബ്ലം അല്ലല്ലോ അത്, അല്ലേ? 2 കുതിരയും സൂര്യനൊന്നും അല്ലല്ലോ തിരുവിതാംകൂറിൻ്റെ എംബ്ലം. ഒരുപക്ഷെ ഇനി എന്തെങ്കിലും ഒരു ലോഗോയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഈ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളാണ് ഈ ഒരു കാണുന്ന ഈ വലിയ ഗംഭീരമായ വേരുകളോടുകൂടിയ മരങ്ങളൊക്കെ നിൽക്കുന്ന ഈ ചുറ്റുപാടുകളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരൊക്കെ ഏറ്റെടുത്ത് സംരക്ഷിക്കേണ്ട ഒരു സ്മാരകമല്ല ഇത്. 1871 നിർമ്മിക്കപ്പെട്ടതാണ്. നമ്മുടെ സർക്കാർ മാത്രമല്ല, ഇന്ത്യ ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ വളരെ പിന്നിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ജോഹന്നാസ്ബർഗിൽ പോയപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ. അവിടെ മഹാത്മാഗാന്ധി വർഷങ്ങളോളം താമസിച്ചൊരു വീട് ഇടയ്ക്ക് ലേലത്തിന് വെച്ചു അവിടുത്തെ സർക്കാർ. ഇന്ത്യ ഗവൺമെൻറ് പോലും ലേലത്തിൽ പങ്കെടുത്തില്ല. അവസാനം അത് വാങ്ങിച്ചത് ഒരു ഫ്രാൻസുകാരനാണ്. ആ ഫ്രാൻസുകാരൻ മഹാത്മാഗാന്ധിയുടെ ഒരു ആരാധകനാണെന്നല്ല, അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഒരു ബന്ധമില്ല. അദ്ദേഹം അത് വാങ്ങിച്ച് അതിപ്പോൾ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. ഒരു പൈസ പോലും കൊടുക്കാൻ നമുക്ക് അതിൻ്റെ അകത്ത് കയറി കാണാം. മഹാത്മാഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം താമസിച്ചിരുന്ന കാലത്ത് അദ്ദേഹം താമസിച്ചിരുന്ന റൂമും എല്ലാം ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മ്യൂസിയം പോലെയുണ്ട്. അങ്ങനെ മറ്റൊരു രാജ്യക്കാരൻ വേണ്ടി വന്നു മഹാത്മാഗാന്ധിയുടെ വീട് സംരക്ഷിക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. കണ്ടല്ലോ,
അമ്മച്ചി കൊട്ടാരത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഒരു കാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സമ്മർ പാലസ് ആയിരുന്ന അമ്മച്ചി കൊട്ടാരത്തിലേക്ക് പാമ്പാടിയിലെ രാജാവ് ബൈജു എന്നാർ പ്രവേശിക്കുകയാണ്. കുതിരവണ്ടി കെട്ടിയിരുന്ന പോർച്ച് കടന്ന് വലതുകാല് വെച്ച് മുകളിലേക്ക് കയറുന്നു. ഇവിടെയൊക്കെ നല്ല മനോഹരമായ ടൈലാണ്. ഇവിടെ ഓണക്കാലത്ത് പൂവിട്ടതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. ഓണക്കാലം കഴിഞ്ഞ് കാലം കുറേ ആയില്ലേ? രാത്രിയിൽ എന്തെങ്കിലും യക്ഷിയോ പരിപാടികളൊക്കെ വന്ന് പൂക്കളം ഇടുന്ന പദ്ധതികളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കാരണം അത് കണ്ടിട്ടൊരു മൊത്തത്തിൽ ദുരൂഹതയുണ്ട്. മേൽഭാഗത്തൊക്കെ നോക്കുമ്പോൾ കാണാം ഫുൾ തടി കൊണ്ടുള്ള മച്ച്. ഇവിടെ ഇങ്ങനെ നമ്മൾ ഒളിഞ്ഞു നോക്കുന്ന പരിപാടി ഇതുവരെ നിർത്തിയിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ എന്താണ് അകത്തുനിന്ന് കാണാൻ വേണ്ടിയായിരുന്നു കേട്ടോ, അല്ലാതെ മറ്റ് ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അയ്യോ, ഇവിടുന്ന് നമ്മൾ കയറേണ്ടത് മിസ്റ്റർ ശ്യാം. ഒളിഞ്ഞു നോക്കേണ്ട കാര്യമില്ലായിരുന്നു, ചുമ്മാ തുറന്ന് കയറണമായിരുന്നു. ഓട്ടിരിക്കണം. ഹലോ, നമസ്കാരം. കയറാമല്ലോ അല്ലേ കാണാൻ? അതാ, ഒന്നും കുഴപ്പമില്ല. നമ്മളിതിവിടെ ഒരു സിനിമ ഷൂട്ടില്ല, കാർബൺ, അതിൻ്റെ ഷൂട്ട് ചെയ്ത വേണുചേട്ടൻ്റെ ഫ്രണ്ടാണ്. ഇപ്പം ചേട്ടനാണ് ഇവിടെ താമസം? ഇല്ലല്ലേ? ശരി. ഈ പറഞ്ഞ പോലെ പഴയ പ്രൗഢിയോടുകൂടി നിൽക്കുന്നൊരു ബിൽഡിങ്ങാണ്. ലൈറ്റൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇവിടെ ഫയർ പ്ലേസ്, നല്ല തണുപ്പുണ്ടാകുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കാം. ഏതായാലും ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന പല ആടയാഭരണങ്ങളും അഴിച്ചതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെയും സാമാന്യം വലിയ ഒരു മുറിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ സിനിമയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്തതായിരിക്കും. ഈ സൈഡിലെ കുറേ എന്തൊക്കെ ഒട്ടിച്ചിരുന്നൊക്കെ ഇളക്കി കളഞ്ഞിരിക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ അവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നടുമുറ്റം പോലൊരു ഭാഗമാണ്. എന്താ പറയണ്ടേ, ഒരു സമ്പന്നമായ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളും പേറി ജീവിക്കുന്ന ഒരു സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. മൊത്തത്തിൽ ഏതാണ്ട് നാശോന്മുഖമായിട്ടിരിക്കുന്നു. ഞാനീ പറഞ്ഞുള്ള സമ്പന്നമായ ഭൂതകാലത്തിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കുറേ മുറികളൊക്കെ ഉണ്ട്. പഴയ മട്ടിൽ ഉള്ള വളരെ ചെറിയ മുറികളല്ല, എല്ലാം വലിയ മുറികളൊക്കെയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നടന്ന് അങ്ങനെ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. വെളിയിൽ നിന്ന് കാണുക, ഇതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കുക എന്നല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഷൂട്ടിന് വേണ്ടി തന്നെ ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. ഒന്നും ഇതുവരെ പൊളിച്ച് കളഞ്ഞിട്ടില്ല. അതൊക്കെ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് അവസാനിപ്പിച്ച് പോകാൻ തുടങ്ങുമ്പോൾ ഇവിടുത്തെ കാവൽക്കാരൻ ചേട്ടൻ പറഞ്ഞു ഡൈനിങ് ഹാൾ കൂടി കണ്ടിട്ട് പോകാൻ പറഞ്ഞു. പിന്നെ അതുകൂടെ കണ്ടേക്കാം. ഇവിടെ ഒരു മണിച്ചിത്രത്താഴ് സ്റ്റൈലിലുള്ള ഒരു ഇടനാഴിയാണല്ലോ. പ്രേതങ്ങളൊന്നും അല്ലല്ലോ അല്ലേ? അതെ, ഇവിടെ അങ്ങനെ സാധ്യത കാണുന്നുണ്ട്. ഇവരൊക്കെ കൊട്ടാരക്കരയിൽ നിന്നാണ്, നമ്മളിപ്പോൾ ഇവിടെ വെച്ച് കണ്ടതാണ്. ഞങ്ങൾ മേഘമല വരെ യാത്ര പോകുന്ന വഴിക്കൊന്ന് നെക്സ്റ്ററുമായിട്ട് പോകുന്ന വഴി ഒന്ന് കയറുന്നതാണ്. ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നു അല്ലേ? ദൈവമേ, ഇരുട്ടൊക്കെയാണല്ലോ. അപ്പോൾ എന്തായാലും ഇരുട്ടത്തൂടെ നടന്ന് ടോർച്ചൊക്കെ അടിച്ച് ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇഷ്ടം പോലെ റൂംസാണ് കേട്ടോ. എന്ത് മുറികളവിടെ. ഇതാണ് ഡൈനിങ് റൂം. പഴയ മട്ടിലുള്ള വാഷ് ബേസിനാണ് ഈ കാണുന്നത്. അന്ന് പൈപ്പില്ലായിരുന്നുകൊണ്ട് പൈപ്പിൻ്റെ അറ്റം വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പൈപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിൽക്കുന്ന സാധനമാണ്. രാത്രിയിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഗോമതി, സൗദാമിനി തുടങ്ങിയ യക്ഷികൾ ഇറങ്ങി വരുന്നത്. കണ്ടോ, ഇപ്പോൾ ഇല്ല. ഇത് പണ്ട് കുഴിച്ചിട്ടതായിരുന്നു. അതിൽ നിന്ന് സാധനം ഇളകി മുന്നിൽ ഇവിടെ വന്നു, മുകളിൽ വന്നു, എന്നിട്ട് അകത്താരുമില്ല, ഇറങ്ങിപ്പോയി. ഇനി രാത്രിയാകുമ്പോൾ ഒരു വരവ് വരും. ഇതൊക്കെ മുല്ലപ്പൂവാണ്? അല്ലല്ലേ, മുല്ലപ്പൂ അല്ല. ദൈവമേ, കൂടെ പോരായിരുന്നാൽ മതിയായിരുന്നു. യക്ഷിയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. വല്ല ആൺപ്രേതങ്ങളാണ്. പുരുഷപ്രേതമാണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളതാണ്. കൊള്ളാം. അപ്പോൾ ഇവിടെയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഏകദേശം തീർന്നു അവസ്ഥയാണ്. എനിക്ക് വന്നാൽ ശവപ്പെട്ടിയും ഈ സിനിമയുടെ ഭാഗമായിരിക്കും. ഒന്ന് വേണിച്ചേട്ടനെ വിളിച്ച് ചോദിക്കാം. അതുപോലെ ഇവിടെ കാണുന്ന ആട്ടുകല്ലാണ് ഈ ധാന്യങ്ങൾ പൊടിക്കുന്ന ആട്ടുകല്ല്. രാത്രിയിൽ ഇങ്ങനെയൊക്കെ ശബ്ദം കേൾക്കും അത്ര. ഇവിടെ രക്ഷി വരുമ്പോൾ ക്ലിങ് 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 ഈ ശബ്ദത്തോടുകൂടിയാണ് രക്ഷി വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും രക്ഷി എത്തിയിട്ടുണ്ട്, അമ്മിക്കല്ലിട്ട് ആട്ടി തുടങ്ങി എന്നുള്ള കാര്യം. മിസ്റ്റർ ശ്യാം, നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം.
കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. എന്തായാലും ഒരു ഭീകര അനുഭവം തന്നെയാണ് കേട്ടോ ഉള്ളിലേക്ക് കയറുമ്പോൾ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ഇഷ്ടംപോലെ പരിചാരകരുമൊക്കെ ആയിട്ട് രാജാവും കുടുംബമൊക്കെ വന്ന് താമസിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഏത് കാലത്തിനും ഇങ്ങനെ ഒരു വളരെ മോശമായ ഒരു ഭാവി കാലം ഉണ്ടാകും എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നും നിഷ്ക്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു ഫോൺ വന്ന് നിർത്തിയപ്പോൾ 1-2 പേരൊക്കെ മിണ്ടാൻ വന്നു. അതും കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും കുമളി ഭാഗത്തേക്കുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ കേരള തമിഴ്നാട് ബോർഡറായി കുമളിയിലെത്തി. കുമളി ടൗണാണ് ഈ കാണുന്നത്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഇപ്പോൾ ഈ വണ്ടി ഇറങ്ങി വരുന്നത് അവിടുന്ന് അതുവഴി പോയി കഴിഞ്ഞാൽ തേക്കടി എത്തും. തേക്കടി എന്ന് പറയുന്നത് ഒരു കാലത്ത് സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു ടൂറിസം തലസ്ഥാനമായിരുന്നെങ്കിലും ഇപ്പോൾ പക്ഷേ അത്രയ്ക്കൊന്നും ആൾക്കാരെത്തുന്ന സ്ഥലമല്ല. പിന്നെ ഈ ഒരു സമയത്ത് നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ ബോട്ടിങ്ങിനൊന്നും പോയാലും മൃഗങ്ങളെ കാണാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കാലത്ത് നമ്മൾ കുമളിയിലൊക്കെ വരുമ്പോൾ ഫുൾ ഫോറിനേഴ്സൊക്കെ ആയിരുന്നു. ഇപ്പം നാടനേഴ്സ് ആണ്, ബംഗാളീസ്, മലയാളീസ്, ട്രോളിപ്പുള്ളേഴ്സ്, ബഗേഴ്സ് തുടങ്ങിയവരൊക്കെ കാണാനുള്ളൂ. ഒരു ചെക്ക് പോസ്റ്റ് അത് കടക്കുന്നു. അങ്ങനെ നമ്മൾ കേരളം വിട്ടാച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിനി അതിൻ്റെ തമിഴ്നാട്ടിൽ പ്രവേശിക്കുന്നു. തേനി, ട്രിച്ചി, ഡിണ്ടിഗൽ, ചെന്നൈ, മധുരൈ, ബംഗളൂരു, തഞ്ചാവൂർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ബോർഡുകളൊക്കെയാണ് ഈ കാണുന്നത്. ഈ താഴെ എത്തുമ്പോഴേക്കും എത്തുന്ന വഴിക്ക് നമുക്ക് പെൻസ്റ്റോക്ക് പൈപ്പുകളൊക്കെ കാണാം. അതായത് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകളൊക്കെയാണ് നമ്മൾ ഇനി പോകുമ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ രസികൻ ഹെയർപിൻ വളവുകളൊക്കെയാണ് നമ്മൾ താണ്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ വാഹനത്തിൻ്റെ ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഗംഭീരമായിട്ട് അളക്കാൻ പറ്റുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. എത്രത്തോളം പെപ്പി എൻജിനാണെന്നും എത്രത്തോളം ഹാൻഡിലിംഗ് മികവുണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഏരിയയാണിത്. അതുപോലെ തന്നെ ഗിയറെല്ലാം സ്വയം ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നു. AMT ഗിയർ ബോക്സിൻ്റെ സാധാരണയുള്ള ഒരു ലാഗും ഇല്ലെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ലാഗ് വരുമെന്നൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ പോലും പാഡ് ഷിഫ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് വളരെ സ്പോർട്ടിയായിട്ട് ഓടിച്ചു പോകാം. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് എറണാകുളം തൊട്ട് കണക്കിലെടുക്കുകയാണെങ്കിൽ 200 കിലോമീറ്ററിലധികം യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങേയറ്റം ലൈറ്റ് കൺട്രോളുകളും അങ്ങേയറ്റം പെപ്പി എഞ്ചിനും എല്ലാം കൂടി ചേർന്ന് നമ്മൾ ഇത്രയും ഓടിച്ചു എന്നൊരു തോന്നൽ പോലും ഇല്ലാത്ത രീതിയിലാണ് എക്സ്ട്രാ ഓടിക്കൊണ്ടിരിക്കുന്നത്. പൈപ്പ് മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം വരുന്ന പൈപ്പാണ് ആ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തമിഴ്നാട് വളരെ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ നമ്മുടെ എക്സ്റ്റർ എന്ന വിമാനം നേരെ താഴെ വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. സമതല പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളിനി സാമാന്യം എന്താ പറയുക ഗംഭീരമായ റോഡിലൂടെ, അതായത് സ്ട്രെയിറ്റ് റോഡിലൂടെ ഇനിയിപ്പം തേനിയിലേക്ക് എത്താൻ പോവുകയാണ്. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് 30 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നാണ് തേനിയിലേക്ക്. നമ്മളിപ്പോൾ തമിഴ്നാടിൻ്റെ ഹരിത ഭംഗിയിലൂടെ പോവുകയാണെന്ന് പറയാം. നമ്മൾ കേരളമാണല്ലോ ഏറ്റവും ഹരിതാപെന്ന് പറയുന്നത്. അങ്ങോട്ട് നോക്കി എത്ര ഗംഭീരമായ
ഒരു വാഴ തോട്ടമാണ് കാണുന്നതെന്ന്. ഇവിടെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഡ്രിപ്പ് ഇറിഗേഷനാണ് കാണുന്നത്. ഇതെന്താ നട്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചെടികളും മരങ്ങളും ഒന്നുകൊണ്ട് വലിയ ബന്ധമുള്ള മനുഷ്യനല്ല, അതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ എത്ര ഹരിതാഭമാണെന്ന് കണ്ടോ. കേരളം വിട്ട് കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഇത്രയും കൃഷി നമ്മൾ കാണുന്നത്. അവിടെ ആരൊക്കെയോ നിന്ന് ഞാറ് നടുന്ന പോലെ എന്തോ നടുന്നൊക്കെ ഉണ്ട്. നമുക്ക് പരിചയമുള്ള സ്ഥലം അല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറി ഷൂട്ട് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. ഒന്ന് ശ്രമിച്ച് നോക്കാം. എന്തായാലും പ്രശസ്ത കർഷകനായ മിസ്റ്റർ ശ്യാമാണ് നമ്മുടെ ക്യാമറാമാൻ. അദ്ദേഹം മല്ലി ഇലയാണെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആണല്ലോ അല്ലേ? അവസാനം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്നെ ഒന്നും പറയരുത്, സത്യമാണല്ലോ അല്ലേ? അപ്പോൾ മല്ലിയാണ്, അതുപോലെ തന്നെ ഈ സൈഡിൽ മുളകാണെന്നാണ് പറഞ്ഞത്. ഏറ്റവും പുറകെ കണ്ടു അത് മാവുന്തോട്ടം അല്ലേ? എല്ലാം കൂടെ ഒരു ഒറ്റ ഷോട്ടിൽ കിട്ടുന്ന അത്രയും ഗംഭീരമായ കൃഷി സ്ഥലമാണിത്. ഈ നട്ടുച്ചയ്ക്ക് പാവങ്ങൾ അവരെ നിന്നുകൊണ്ട് അത് നടുകയാണ്. അപ്പോൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള വാഹനങ്ങളും പിന്നെ കൃഷിക്കാര്യങ്ങൾ നോക്കുന്ന ഒരു യുവ ശുനകനും ആണ് ഇവിടുത്തെ മറ്റ് കഥാപാത്രങ്ങൾ. അവിടെ നിന്ന് നമ്മളെ കൃഷിഭൂമി താണ്ടി പുറത്തേക്ക് പോരുകയാണ്. എന്തായാലും ഒരാശ്വാസമുണ്ട്, ഇവരതൊക്കെ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കേരളത്തിൽ ആഹാരം കഴിച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ പട്ടിണിയായി പോയാൽ. അപ്പോൾ നമ്മളങ്ങനെ വരുമ്പോൾ തമിഴ്നാടിൻ്റെ തനത് രീതിയിലുള്ള കളർഫുൾ ദൈവങ്ങളെ കാണുന്നുണ്ട്. അത് ഹനുമാനായിരുന്നു. അങ്ങനെ ഇരിക്കണം നമ്മുടെ ഹനുമാനെ. പെരിയാർ പവർ സ്റ്റേഷൻ്റെ ബോർഡ് കാണുന്നു. ഈ പെരിയാർ പവർ സ്റ്റേഷനാണ് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളമെടുത്ത് കറണ്ടാക്കുന്ന സ്ഥലം. മറ്റൊരു ദൈവം അതിൻ്റെ പിന്നെ ഞാൻ കണ്ടിരുന്നല്ലോ. അതാ മറ്റൊരു ഗംഭീര ദൈവവും ഗംഭീരമായ ഒരു കുന്തവും ശൂലവും അവിടെ കാണുന്നു. നമുക്കിനി ഒരു കരിക്ക് കുടിച്ചാലോ ശ്യാമേ? അപ്പോൾ അത് നമുക്കൊരു ഇഷ്ടം പോലെ കരിക്ക് ഷോപ്പുകൾ കാണുന്നുണ്ട്. അതിലേറ്റവും അറ്റത്ത് കാണുന്ന കരിക്ക് ഷോപ്പിൽ നമുക്ക് നിർത്താം. ഇവിടെ കരിക്കും അതുപോലെ തന്നെ മുന്തിരി, ഇവിടെ ഇഷ്ടംപോലെ ഈ മുന്തിരിത്തോട്ടങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് മുന്തിരിയും ധാരാളമായിട്ടുണ്ട്. അതാണ് ഈ പെട്ടിക്കകത്തൊക്കെ മുന്തിരി ഇരിക്കുന്നത്. അപ്പം നമുക്കിനി കരിക്ക് കുടിക്കാം. അപ്പോൾ ക്യാമറാമാൻ്റെ മാരകമായ വിഷ്വലുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുലകൾക്കിടയിലൂടെ ബൈജു ഇറങ്ങി വരുന്ന മാരകമായ വിഷ്വൽ. അപ്പോൾ 2 കരിക്ക്. ഇതിവിടുത്തെ ഫാം ഫ്രഷ് ഗ്രേപ്സ്. ഇത് പുളി. പുളിയുടെ അടുത്ത് വരുമ്പോൾ തന്നെ വായിൽ വെള്ളം നിറയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വായിലും വെള്ളം നിറയുന്നില്ല. അത് ഈ പുളി കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കണ്ടോ, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല വായിൽ. ചുവപ്പാകാം അല്ലേ? ചുവപ്പ് നമ്മൾ കേരളത്തിൽ നിന്നല്ല വരുന്നത്, ചുവപ്പായിക്കോട്ടെ. അത് സെലക്ഷനൊക്കെ അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുന്തിരിത്തോട്ടങ്ങളാണ്. അതും ഈ ഒരു പ്രദേശത്തെ സ്ഥിരം കാഴ്ചകളാണ്. പിന്നെ നമുക്ക് ഇത് മലയാളികൾ പിന്നെ പൊതുവേ ഇത് കാണുന്നത് മൈസൂർ ബാംഗ്ലൂർ റോഡിലാണ്. പക്ഷേ ഏറ്റവും അടുത്ത്, കേരളത്തിൻ്റെ ഏറ്റവും അടുത്ത് എനിക്ക് തോന്നുന്നു മുന്തിരിത്തോട്ടങ്ങളുള്ളത് ഇവിടെയാണെന്നുള്ളതാണ്. വളരെ ഭംഗിയായിട്ട് പരിപാലിക്കുന്ന തോട്ടങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് എന്തായാലും ജമന്തിപ്പൂ അല്ലേ? ജമന്തിപ്പൂക്കളുടെ പാടമാണ്. എന്തെല്ലാം തരം കൃഷികളാണ്. ഈ ആകെ ഒരു 10 കിലോമീറ്റർ പോലും ഓടിയില്ല. അതിനിടയ്ക്ക് നമ്മൾ കാണുന്നത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കർഷക സമൂഹത്തെ കാണുമെങ്കിൽ തമിഴ്നാട്ടിൽ വരണം. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന NH 183 ആണ്. നല്ല ഗംഭീരമായ ഹൈവേ ആണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, പണ്ട് അതായത് ഞാൻ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇതുവഴി പോയത്. അന്നത്തെ എനിക്ക് മറ്റൊരു വലിയ ഓർമ്മയുള്ളത്, ഞാൻ ആ യാത്രയിലാണ് ആദ്യമായിട്ട് ഉള്ളിൽ TV ഫിറ്റ് ചെയ്തിരിക്കുന്ന ബസ് കാണുന്നത്. അത് കുമളിയിൽ നിന്ന് ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് പോയ പ്രൈവറ്റ് ബസ്സിനുള്ളിലായിരുന്നു TV ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് 2 പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ആ ബസ്സിന്. ഒന്ന് സ്ലൈഡിങ് ഗ്ലാസ് വിൻഡോ ഉണ്ടായിരുന്നു, മറ്റൊന്ന് അതിന് ഹെഡ് റെസ്റ്റ് ഉള്ള സീറ്റ് ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മുടെ നാട്ടിലെ സാധാരണ കാണുന്ന ബസ്സുകളില്ലാത്തതുകൊണ്ട് വലിയ അത്ഭുതമായിരുന്നു. പ്രത്യേകിച്ച്
TV അകത്ത് ഉള്ള ബസ്. അത് നല്ല സ്പീഡിൽ ഈ റോഡിൽ കൂടി പറന്നു പോകുന്ന ബസ്സായിരുന്നു. അതിന് നല്ല ഓർമ്മയുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഇന്നലെ സന്ധ്യയായി, രാത്രിയുമായി, ഒന്നാം ദിവസം എന്ന് 1001 രാവുകളിൽ പറയുന്ന പോലെ ഇന്നലത്തെ ദിവസം കഴിഞ്ഞു പോയി. ഇന്ന് രണ്ടാം ദിവസം രാവിലെ ഞാൻ നിൽക്കുന്നത് ചിന്നമന്നൂർ എന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നും നിങ്ങൾ കാണുന്ന 31 കിലോമീറ്റർ ഉള്ളൂ മേഘമലയിലേക്ക്. മേഘമല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ടീ എസ്റ്റേറ്റുകളും ലേക്കുമൊക്കെയുള്ള ഏതാണ്ട് കൊടൈക്കനാലിനോടൊക്കെ കിടപിടിക്കുന്ന ഒരു സ്ഥലമാണ്. കൊടൈക്കനാൽ ഇപ്പോൾ വളരെയധികം അർബനൈസ്ഡ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പലരും മേഘമലയിലേക്ക് പോകുന്നത്. മേഘമല പേര് സൂചിപ്പിക്കുന്ന പോലെ അങ്ങേയറ്റം റൊമാൻറ്റിക്കായ പേരല്ല മേഘമല എന്ന് പറയുന്നത്. അതായത് മേഘങ്ങൾ തൊട്ടുരുമ്പ് നിൽക്കുന്ന മല. 1500 മീറ്റർ അബോവ് സീ ലെവലാണ്. അവിടെ തന്നെ 1650 മീറ്റർ അബോവ് സീ ലെവലിൽ വെള്ളിമല എന്ന് മറ്റൊരു മലയുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ മേഘങ്ങൾ മുട്ടി നിൽക്കുന്ന മല എന്നാണ് പറയേണ്ടത്. ഇന്നലെ നമ്മളിവിടെ ആദില ഇൻ്റർനാഷണൽ എന്നൊരു ഹോട്ടലിൽ താമസിച്ചു. തരക്കേടില്ലാത്ത ഹോട്ടൽ എന്നേ ഉള്ളൂ, കാരണം ഇതൊരു വളരെ ചെറിയൊരു സിറ്റിയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞിനി മേഘമലയിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കിനി മേഘമലയിലെ കാഴ്ചകളിലേക്ക് പ്രവേശിക്കാം. രാവിലെ സമയം 6:20 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ചിന്നമന്നൂർ. ചിന്നമന്നൂർ കമ്പം തേനി ഹൈവേയിലാണ്. ഹൈവേ എന്ന് വെച്ചാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഹൈവേയിലല്ല, പഴയ ഹൈവേയിൽ. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബിൽഡിങ്ങാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ ആദില ഇൻ്റർനാഷണൽ. അങ്ങനെ ഇൻ്റർനാഷണൽ എന്നൊന്നും കേട്ട് പേടിക്കണ്ട, അങ്ങനെ വലിയ ഇൻ്റർനാഷണൽ ഒന്നുമല്ല, പക്ഷേ തിരക്കേടില്ലാത്ത താമസം കിട്ടി. പിന്നെ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഓടി തേനിയിൽ പോയി അവിടുത്തെ ആര്യാസിൽ നിന്ന് മസാല ദോശ കഴിച്ച് കിടന്നുറങ്ങിയായിരുന്നു. മേഘമല 30 കിലോമീറ്റർ റൈറ്റ് എന്ന് കാണുന്നത്. ഇവിടുന്ന് അല്പം കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു ജംഗ്ഷനുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് പോകേണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ മേഘമലയിലേക്കുള്ള ഇടുങ്ങിയ റോഡുകളിലൂടെയാണ് പോകുന്നത്. ഇപ്പോഴും നമ്മൾ കമ്പം ടൗണിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. ഇതുവഴിയൊക്കെ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഒരു ഗുണം നമ്മൾ മനസ്സിലാക്കുന്നത്. 2 തരത്തിലുള്ള ഗുണങ്ങളാണ്. ഒന്ന്, എവിടെ നോക്കിയാലും ബമ്പാണ്. ഇതാ ചടമ്പുമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ബമ്പിന് എന്തൊരു ആയുസാണ് കണ്ടോ. 185 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് ബമ്പൊന്നും നമുക്കൊരു പ്രശ്നമേ ഇല്ല. അതായത് ഒരു വലിയ SUV-യുടെ അതേ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് ചുമ്മാ ചാടി അങ്ങ് പോയിക്കോളും. പിന്നെ ഈ കോമ്പാക്ട് സൈസ്, അത് എവിടെയും നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയുള്ളൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്. സത്യത്തിൽ ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനം വലിയ വാഹനങ്ങളുടെ സെഗ്മെൻറ്റിൽ പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. വളരെ ചെറിയ, അതായത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ SUV-കളിലൊന്നാണ് എക്സ്ട്രെങ്കിലും. 2450 മില്ലിമീറ്ററാണ് ഇതിൻ്റെ വീൽ ബേസ് എന്ന് മനസ്സിലാക്കുക. അതായത് ഇതിൻ്റെ തൊട്ടടുത്ത സെഗ്മെൻറ്റിലെ വാഹനങ്ങളുടെ പോലും വീൽ ബേസ് ഇതിനുണ്ട്. പിന്നെ ഈ പാഡ് ഷിഫ്റ്റേഴ്സ് AMT ഗിയർ ബോക്സിൽ ലോകത്ത് തന്നെ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു വാഹനത്തിലും ഉണ്ടെന്ന്. AMT ഗിയർ ബോക്സിന് എപ്പോഴും വളരെ ചെറിയ ഒരു ലാഗ് തീർച്ചയായിട്ടും ഉണ്ട് അതിൻ്റെ ഒരു നിർമ്മാണ രീതി വെച്ച്. പക്ഷേ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് എങ്ങനെയും ഓവർടേക്ക് ചെയ്ത് പോകാം. വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. ഗിയർ ഷിഫ്റ്റ് നമ്മളിപ്പോൾ 4th വന്നിരിക്കുകയാണ്. ആ രീതിയിൽ ഓടിച്ചു പോകാൻ വളരെ രസകരമാണ്. പിന്നെയുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ക്രൂയിസ് കൺട്രോളും ഈ ഒരു സെഗ്മെൻറ്റിലൊന്നും അങ്ങനെ പതിവുള്ളതല്ല, അതും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺറൂഫ്, അതുപോലെ തന്നെ ഈ ഒരു വലിയ 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ. ഇതിൻ്റെ അകത്ത് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് മനോഹരമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഈ കാണുന്ന ക്യാമറയാണ്. ഈ ക്യാമറ എന്ന് പറയുന്നത് മുന്നിലെയും പിന്നിലെയും ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ആക്സിഡൻ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനല്ല മുട്ടിയത്, നീയാണ് മുട്ടിയതെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ ചേട്ടാ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും വിഷലുണ്ടെന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി, പിന്നെ വഴക്കും വക്കാണൊന്നുമില്ല. ആ രീതിയിൽ ഫീച്ചേഴ്സ്, ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ് ഈ ഒരു കുഞ്ഞു വാഹനത്തിൽ ഇടിച്ചു തള്ളി കൊടുത്തിട്ടുണ്ട്. അതായത് വലിയൊരു ആക്സിഡൻറ്റിൽ പോലും നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്ന 6 എയർ ബാഗുണ്ട്. ഇപ്പം നമ്മളിതാ മേൽഭാഗത്തല്ലേ കാണാൻ പറ്റുമല്ലേ മലകൾ. മുകളിൽ നോക്കുകയാണെങ്കിൽ മേഘമലയുടെ മല നിരകൾ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മേഘമലയുടെ താഴ്വാരത്തോട് അടുക്കുകയാണ്. പിന്നെ നല്ല രീതിയിലുള്ള കയറ്റം കയറേണ്ടി വരും എന്തായാലും മേഘമലയിലെത്താൻ. കണ്ടോ മേഘമലയുടെ മലകൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ശ്രീ വില്ലിപുത്തൂർ ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ. അതായത് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒരു അറ്റമായിട്ട് വരുമെന്നാണ് പറയേണ്ടത്. ചേച്ചി പറയുന്നു നമ്മൾ തിരിയേണ്ട സ്ഥലം. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ സൂര്യനെ വരയ്ക്കുന്ന പോലെ 2 മലകൾക്കിടയിലൂടെ സൂര്യേട്ടൻ തെളിഞ്ഞു വന്നിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ മേഘമല ടീ എസ്റ്റേറ്റ് എന്ന് എഴുതിയ ബോർഡ് നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഇനി റൈറ്റ് തിരിയുകയാണ്. സൂര്യനെ വീണ്ടും കാണാം.
മേഘമലയിലെ ഒരു പ്രധാനപ്പെട്ട ഡാമാണ്. ആ ഡാമിൻ്റെ പടമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് ഇരമംഗലൂർ ഡാം എന്നാണ് അതിൻ്റെ പേര്. അത് വീണ്ടും അവിടെ ചെന്നിട്ട് ഒരു 10 കിലോമീറ്റർ മറ്റോ സഞ്ചരിക്കേണ്ടതുണ്ട്. മേഘമലയിൽ ചെന്നിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കാം എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് മേഘമലയിലെ ദൃശ്യങ്ങൾ കാണാനുള്ളതെന്നുള്ള കാര്യം. അപ്പോൾ 2 മലകൾക്കിടയിൽ സൂര്യൻ, അതിൻ്റെ സൈഡിൽ വിൻമില്ല്. തമിഴ്നാട്ടിൽ മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചയാണത്. ആ മനോഹരമായ ദൃശ്യം പിന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മേഘമല എന്നുള്ള പേര് അന്വർത്ഥമായിക്കൊണ്ട് ആ മലയുടെ മുകളിലേക്ക് നോക്കി മേഘം മുട്ടി നിൽക്കുന്നുണ്ടോ? കണ്ടോ, ഞാൻ വെറുതെ പറയുന്നല്ലെന്ന് മനസ്സിലായില്ലേ? കൃത്യമായി മേഘം മുട്ടി നിൽക്കുകയാണ്. ദൈവമേ, കുറേ നേരം മുട്ടി നിൽക്കണേ. ഒരനക്കമില്ലാതെ നിൽക്കുന്ന വിൻമില്ല്. കാറ്റ് വരും വരുവാനില്ല ഒരു നാളും ഈ വഴിക്കെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ. പക്ഷേ തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോൾ കാറ്റ് വരും. കാരണം ഇത് ഈ മലകൾക്കിടയിലുള്ള ഗ്യാപ്പിലൂടെ ആയിരിക്കും കാറ്റ് വരുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോഴെങ്കിലും ഇത് അനങ്ങി കാണണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. വൃത്തികെട്ട പേരുള്ളൊരു സ്ഥലം. വൃത്തികെട്ട പേരുള്ള സ്ഥലം പിന്നീട് നമ്മൾ പോകണം. അപ്പിപ്പട്ടി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഇനി അങ്ങോട്ട് റൈറ്റായിരിക്കില്ലേ? നല്ല രസമുണ്ട് കേട്ടോ. 2 സൈഡിലും മരങ്ങൾ അങ്ങനെ നിൽക്കുന്നു. നടുവിലൂടെ നമ്മുടെ എക്സ്ട്രാ കടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ സൈഡിലൊക്കെ നല്ല കൃഷിത്തോട്ടങ്ങളാണ്. പപ്പായ കൃഷി അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. വാഴക്കൃഷിക്കിടയ്ക്ക് മുന്തിരിത്തോട്ടം കാണുന്നു. മുന്നിലേക്ക് നോക്കുമ്പോൾ അതിരിട്ടതുപോലെ തെങ്ങുകൾ നിൽക്കുന്നു. ആഹാ, എത്ര സുന്ദരമായ സ്ഥലം. ഇനിയിപ്പോൾ വെറും 20 കിലോമീറ്റർ ഉള്ളൂ മേഘമലയിലേക്ക്. പക്ഷേ നമ്മളിപ്പോഴും സമതല പ്രദേശത്താണ്. അപ്പോൾ 20 കിലോമീറ്റർ കൊണ്ട് ഈ കാണുന്ന മലയുടെ മുകളിലെത്തുക എന്ന് പറയുമ്പോൾ എത്രത്തോളം സ്റ്റീപ്പായ കയറ്റമാണ് എക്സ്ട്രനെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാകും. എന്തായാലും ഈ ഒരു 1.2 ലിറ്റർ 83 bhp എൻജിൻ അങ്ങേയറ്റം എഫിഷ്യൻ്റാണ്, അങ്ങേയറ്റം പവറുള്ളതാണെന്നുള്ളത് കൊണ്ട് തന്നെ മേൽഭാഗത്ത് കയറിയൊന്നും ഈ ഒരു വാഹനത്തിന് പ്രശ്നമുണ്ടാവുകയില്ല എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ AMT ഗിയർ ബോക്സ്, ഗിയർ ഷിഫ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് ഹെയർ പിന്നായി കയറാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാം കണ്ടു തന്നെ അറിയാം. എന്തായാലും നമ്മളിപ്പോൾ ആ മലയിൽ ചെന്ന് ഇടിച്ചു നിൽക്കും എന്ന് തോന്നുന്ന രീതിയിൽ മുന്നിൽ എങ്ങനെ തലയുയർന്നു നിൽക്കുകയാണ് സഹ്യപർവ്വതത്തിൻ്റെ ഒരു വലിയ ഭാഗം. നമ്മൾ വളരെ കൃത്യമായും മേഘമലയിലേക്കുള്ള കയറ്റത്തിലേക്ക് കയറുകയാണ്. മേഘമല ഹൈവേസിലേക്ക് 26 കിലോമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രാവിലെ 6 മണിക്ക് തുറക്കുകയുള്ളൂ, വൈകുന്നേരം 6 മണിക്ക് അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ അവിടെ താമസിക്കുക, അല്ലെങ്കിൽ 6 മണിക്ക് മുമ്പ് തിരിച്ചു പോരുക. അതാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ അതിന് തുറന്നു കിടക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വണ്ടി എടുത്തു പോയി. നമ്മളിതാരും ചോദിക്കുന്നില്ല. വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് സോൺ എന്ന് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ഹെയർ പിൻ ബെൻഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് 18 ഹെയർ പിൻ ബെൻഡാണ് നമുക്ക് കയറേണ്ടത്. അതിൽ ആദ്യത്തേതാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. എല്ലാവരും പിടിച്ചിരുന്നോളൂ, ഞാൻ ഹെയർ പിൻ ബെൻഡ് എടുക്കാൻ പോവാണ്. ആദ്യത്തെ ഹെയർ പിൻ ബെൻഡ് വിജയകരമായി പൂർത്തിയാക്കിയ ബൈജു എന്നവർക്ക് പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ഹെയർ പിൻ ബെൻഡ് വരാൻ അധികം സമയമൊന്നും വേണ്ട. ഇപ്പോൾ തന്നെ രണ്ടാമത്തെ വരും. കാരണം ഇനി 20 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് അവിടെ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ഹെയർ പിൻ ബെൻഡ് എത്തിക്കഴിഞ്ഞു. എന്തായാലും നല്ല റോഡാണ്. നല്ല റോഡത്തിൽ ഗംഭീരമായ റോഡാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു ഹരം തരുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ? മേഘങ്ങൾ മുട്ടി നിൽക്കുന്നുണ്ടോ?
എന്ത് സുന്ദരമായ സ്ഥലമെന്നറിയോ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഭംഗി പോലെ തന്നെ തമിഴ്നാട്ടിലും ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു പ്രദേശമാണിത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഹെയർ പിൻ കയറിയപ്പോൾ തന്നെ താഴെ സമതല പ്രദേശം കാണുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ വിൻമില്ലുകൾ തല ഉയർത്തി നിൽക്കുന്ന കമ്പം തേനി ആ ഒരു പ്രദേശമൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. പച്ചപ്പ്, കൃഷി, ഒരു കാര്യത്തിലും കുറവില്ല. നമുക്ക് വേണമെങ്കിൽ മലയാളികൾക്ക് നാണിക്കാവുന്ന അവസ്ഥയുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. എത്ര സുന്ദരമായ പ്രദേശമാണെന്ന് കാണുക. അപ്പോൾ അങ്ങനെ ഹരിതാഭമായ, കോട്ടയം ഭാഷയിൽ പറഞ്ഞ ഹരിതാഭമായ ഈ ഒരു പ്രദേശത്ത് നിന്ന് നല്ല ഹരിതാഭമായ കളറുള്ള എക്സ്റ്ററിലാണ് നമ്മൾ യാത്ര ചെയ്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എക്സ്റ്ററിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു നിറമാണ് ഏറ്റവും അധികം എക്സ്റ്റർ കാണുന്നതെന്ന് തോന്നുന്നു. മറ്റ് ഒരു വാഹനത്തിന് കാണാത്ത രീതിയിലുള്ള രസമുള്ള ഒരു ഡിസൈൻ രീതിയാണ് മുൻഭാഗത്തിനൊക്കെ കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ഹെഡ്ലാമ്പൊക്കെ അല്പം താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. എച്ച് ഷേപ്പിലുള്ള തകർപ്പൻ DRL ആണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ഒതുങ്ങിയ ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ കോമ്പാക്റ്റ് സൈസ് കൊണ്ട് എവിടെയും നമുക്ക് പാർക്ക് ചെയ്യാം. 15 ഇഞ്ച് അലോയി, അതുപോലെ തന്നെ 185 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ്, ഏതാണ്ട് 400 ലിറ്ററിന് അടുത്ത് ബൂട്ട് സ്പേസ് ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. നമ്മുടെ സാധനങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് കയറിയിരിക്കുന്നു. അതായത് ഒരു കുടുംബത്തിന് യാത്രയൊക്കെ പോകാൻ പറ്റിയ അത്രയും സ്പേസ് ഉണ്ടെന്നാണ് പറയേണ്ടത്. പിൻഭാഗമാണെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം ഈ കാണുന്ന കുറച്ച് ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഒരു പ്ലേറ്റ്, അത് ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് എന്ന് കണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ 40-ലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് വേറെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സേഫായ വാഹനം. സ്പേസാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം. ചെറിയൊരു വാഹനം തോന്നിയപ്പോലും ഇഷ്ടം പോലെ ഇൻറ്റീരിയർ സ്പേസും ഉണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിനി പോകുന്നത് മൂന്നാമത്തെ ഹെയർ പിൻ ബെൻഡിലേക്കാണ്. അങ്ങനെ 18 എണ്ണം കയറിയിട്ട് വേണം നമുക്ക് മേൽഭാഗത്ത് എത്താൻ. നമ്മളപ്പോൾ 11 ഹെയർ പിൻ കഴിഞ്ഞു. ഇനി 7 ഹെയർ പിൻ കൂടെ കഴിഞ്ഞാൽ മേഘമല എത്തുകയാണ്. ഈ 11 ഹെയർ പിൻ കഴിഞ്ഞ് കാണുമ്പോഴാണ് മേഘമലയുടെ ഭംഗി അങ്ങനെ ദൃശ്യമായി തുടങ്ങുന്നതെന്ന് പറയാം. ഇത്രയും നേരം ട്രെയിലർ മാത്രമായിരുന്നു. സിനിമ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നോക്കുക, അനന്തമായിട്ടുള്ള മല മടക്കുകൾ, അങ്ങനെ മേഘങ്ങൾ തങ്ങി നിൽക്കുന്നു. മേഘങ്ങളും മൂടൽമഞ്ഞും തങ്ങി നിൽക്കുന്നു. വലതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ അതിമനോഹരമായ ഒരു പച്ചപ്പ് നിറഞ്ഞ മല കാണാം. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം ഈ മരങ്ങളൊക്കെ നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലും കാണുന്ന തരത്തിലുള്ള മരങ്ങളിലേക്ക് എത്തി. അതായത് തണുപ്പായി തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും നേരം കാറിൽ AC ഇട്ടിരുന്നപ്പോൾ നല്ല തണുപ്പായിരുന്നല്ലോ നമ്മൾ പറഞ്ഞു. ഇവിടുത്തെ യഥാർത്ഥ തണുപ്പ് മനസ്സിലായില്ല. ഇവിടെ ഇറങ്ങിയപ്പോഴാണ് സാമാന്യം നല്ല തണുപ്പുണ്ട്. ഇത്രയും വേനൽക്കാലത്ത് പോലും രാവിലെ നല്ല തണുപ്പുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഒന്നും ആയിട്ടില്ല, ഇനിയും നമ്മൾ മുകളിലേക്ക് പോകാനുണ്ട്. എങ്കിലും ഈ ഒരു ദൃശ്യം അമേസിംഗ് ആണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മേഘമലയിലേക്ക് എത്തുമ്പോൾ ആദ്യമായി നമുക്ക് തേയില ദർശനം തന്നിരിക്കുകയാണ്. തേയിലത്തോട്ടത്തിൻ്റെ ദർശനമാണിത്. ഏതൊരു ഹൈറേഞ്ചിനെ മനോഹരമാക്കുന്നത് തേയിലകളാണ്. അങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് കടന്നുകൊണ്ട് നമ്മൾ മേഘമലയിലേക്ക് പ്രവേശിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒടുവിൽ നമ്മൾ മേഘമലയുടെ തുടക്കത്തിലേക്ക് എത്തി. അതായത് മേഘമല ടൗണിൻ്റെ തുടക്കത്തിലേക്ക് എത്തിയെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ
ഒരു 2012 ആ സമയത്ത് 12 പോലും ആയിക്കാണെന്ന് തോന്നുന്നില്ല. ആ സമയത്താണ് ഞാനും നമ്മുടെ സംവിധായകൻ ആഷിഖ് അബുവും പിന്നെ എൻ്റെ ക്യാമറാമാനായിരുന്ന ജമേഷ് കോട്ടക്കലുമായിട്ട് ഇവിടെ വന്നത്. അന്ന് ഈ വഴിയൊക്കെ വളരെ മോശമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇപ്പോൾ റോഡ് ഗംഭീരമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് തരത്തിലുള്ള വാഹനവുമായിട്ട് വരാം. തമിഴ്നാട്ടിലെ വഴികളെല്ലാം ഇപ്പോൾ പൊതുവെ വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മനോഹരമായൊരു ക്ഷേത്രം. സാധാരണഗതിയിൽ നമ്മൾ ഈ നല്ല പച്ചപ്പിനടങ്ങി ഇത്രയും കളർഫുള്ളായിട്ടുള്ള കാര്യം വരുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇത് എന്തോ ഒരു രസമുണ്ട്. ഇപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. സാധാരണഗതിയിൽ പച്ചപ്പിന് നടുക്ക് ഇത്രയും ബ്രൈറ്റ് കളേഴ്സ് ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഈ അമ്പലത്തിനൊരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വാഹനം നിറച്ച് തൊഴിലാളികൾ എസ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇത് വുഡ് ബ്രയർ എന്ന് പറയുന്ന എസ്റ്റേറ്റിലേക്കുള്ള തൊഴിലാളികളാണ്. മറ്റേ ഹിറ്റ്ലറുടെയൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ആണ് അവരുടെ ആ പോക്ക് കാണുമ്പോൾ തോന്നുക. ജയിലിൽ കിടക്കുന്ന പോലെ ഉണ്ട്. ഇവിടെ വുഡ് ബ്രയർ എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഇവിടുത്തെ മെയിനായിട്ടും എല്ലാ വലിയ ടീ എസ്റ്റേറ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. അവരുടെ ബോർഡായി കാണുന്നത് ക്ലൗഡ് ലാൻഡ് എന്ന് പറയുന്ന ഡിവിഷൻ. അതിലെ വെണ്ണിയർ എസ്റ്റേറ്റ്, മണലാർ എസ്റ്റേറ്റ്, ക്ലൗഡ് മൗണ്ടൻ ബംഗ്ലാവ്, ഹൈവേവീസ് എസ്റ്റേറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ദൂരമൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ബോർഡും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതല്ല ഇവിടുത്തെ തൊഴിലാളികളുടെ സ്ഥലങ്ങളാണ്. എന്താണെന്ന് പറയുന്നത് ലായം എന്നാണ് എന്നെ വിളിക്കുന്നത്. ഈ തേയില എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളെ ലായം എന്ന് വിളിക്കാറുണ്ട്. ലായത്തിൻ്റെ ഒരു നീണ്ട നിരയാണ് ഇനി നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ കാണുമെന്നുള്ള കാര്യമാണ്. നല്ല വെളുത്ത ഇഡ്ഡലി, അതിൻ്റെ കൂടെ ഈ തമിഴ്നാടിൻ്റെ തനതായിട്ടുള്ള കടല ചമ്മന്തിയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. മറ്റൊന്നും ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. കാരണം 8:30 നമ്മൾ രാവിലെ 6 മണിക്ക് പുറപ്പെട്ടതാണ്. നല്ല വിശപ്പുമുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഒരു ഹോട്ടൽ നമുക്കൊന്ന് അന്വേഷിക്കാം. അപ്പോൾ അങ്ങനെ മേഘമലൈ എന്നുള്ള ബോർഡ് നമ്മളിപ്പോൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമുക്കിന് പ്രത്യേകിച്ച് ഇന്ന സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ പോകാമല്ലോ. നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ഡാം കണ്ടു. അതിൻ്റെ പേര് ഹൈവേവീസ് ഡാം എന്നാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു മേഘമലയുടെ ചുറ്റുപാടുമായിട്ട് 6 ഡാമുകളുണ്ട് എന്നാണ് ഞാൻ വായിച്ചത്. തന്നെയല്ല, ഇവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നദി ഉത്ഭവിക്കുന്നുണ്ട്. അതായത് മേഘമലയിൽ നിന്നും. അതിൻ്റെ പേര് വൈഗ നദി എന്നാണ്. വൈഗ നദി തമിഴ്നാടിൻ്റെ കലയിലും സാഹിത്യത്തിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയൊരു നദിയാണ്. വൈഗ നദി ഉത്ഭവിക്കുന്നത് മേഘമലയിൽ നിന്നാണ്. ഇവിടെ നമ്മൾ ഈ ചുറ്റും കാണുന്നത് ഏതാണ്ട് ഈ ഒരു തേയിലത്തോട്ടങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ 600 സ്ക്വയർ കിലോമീറ്ററാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. അത്രയും ഗംഭീരമായ കാട്, വനപ്രദേശം നിറഞ്ഞ സ്ഥലമാണിത്. വളരെ അപൂർവങ്ങളായ പക്ഷികളും അതുപോലെ മൃഗങ്ങളും പക്ഷിയല്ലല്ലോ സസ്യലതാദികളും ഒക്കെ ഈ ഒരു പ്രദേശത്തുണ്ട്. അങ്ങനെ എന്താ പറയുക, അൺടച്ച്ഡായിട്ട് നിന്നിരുന്ന കാലത്താണ് മനുഷ്യ ഇവിടേക്ക് വരാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 200 സ്ക്വയർ കിലോമീറ്റർ വെട്ടിപ്പിടിച്ചു ആളുകളെന്നാണ് ഞാൻ അവിടെയൊക്കെ വായിച്ചത്. എന്തായാലും ഈ ഒരു ഡാം ഇപ്പോൾ വരണ്ട് ഏകദേശം ഇതേ കണ്ടില്ലേ, വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. അത് കാണുമ്പോഴാണ് ഞാൻ പണ്ട് ഒരു മലയാളത്തിലെ പ്രശസ്തനായ പൈങ്കിളി സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ നോവൽ അവസാനിപ്പിച്ച വാചകം ആലോചിച്ചത്. അതിങ്ങനെയായിരുന്നു: അപ്പോഴും വറ്റി വരണ്ട ചാലിയാർ പുഴ ശാന്തമായി ഒഴുകുന്നുണ്ടായിരുന്നെന്ന്. മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു പൈങ്കിളി വരികൾ അങ്ങനെ തന്നെ അച്ചടിച്ച് വരികയും ചെയ്തു. വറ്റി വരണ്ട ചാലിയാർ പുഴ ശാന്തമായി ഒഴുകുകയായിരുന്നു എന്നുള്ളത്. ഏതാണ്ട് അതുപോലെ ശാന്തമായി വറ്റി വരണ്ട് ഒഴുകുന്ന ഒരു റിസർവോയറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി മറ്റു കാഴ്ചകളിലേക്ക് പോകാം. ഇവിടുത്തെ ഒരു ലേക്കാണ് ഏറ്റവും മനോഹരമായ കാഴ്ച. പക്ഷേ അത് ആർട്ടിഫിഷ്യൽ ലേക്കാണെന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്.
അവിടേക്ക് പോവാം. ഇവിടെ ഒരു ഹോട്ടൽ കാണിക്കുന്നുണ്ട്, ഓപ്പൺ ആണോ? പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഇഡ്ഡലിയും കടല ചമ്മന്തിയും കിട്ടിയില്ലെങ്കിൽ ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുള്ള മറ്റൊരു കാര്യം. എന്തായാലും പരീക്ഷിച്ച് നോക്കാം. നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് രാവിലെ. മിക്കവാറും ഈ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. പാട്ട് ഉറക്കെ വെച്ചിട്ടുണ്ട്. പേച്ചിയമ്മാൾ ഹോട്ടലാണ്, പേച്ചിയമ്മാൾ. ആഹാ, എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച സാധനം ഇവിടെ ഉണ്ട്. അതായത് ഇഡ്ഡലിയുണ്ട്, വടയും കാണുന്നുണ്ട്. വടയോടൊപ്പം നല്ല ഈച്ചയും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെയൊന്നും നമ്മൾ അതിലപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇനി നമുക്ക് അറിയാനുള്ളത് കടലച്ചട്ടണി ഉണ്ടോ എന്നുള്ള കാര്യമാണ്. ഇവിടെ ഇരുന്ന് കഴിക്കുന്നവർ സാമ്പാർ ഒഴിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടു. ചട്നി ഉണ്ടോ എന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇഡ്ഡലി കിട്ടി, ഇനി ചമ്മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ. പണ്ടാര സൗണ്ടാണ് ഇവിടുത്തെ ഈ പാട്ട്. സംഭവം കടല ചമ്മന്തിയാണ്. തേങ്ങാ ചമ്മന്തിക്ക് വരാൻ കടല ചമ്മന്തിയാണല്ലോ ഇവിടെ തമിഴ്നാട്ടിൽ. അപ്പോൾ നമ്മുടെ പേച്ചിയമ്മാൾ ഹോട്ടലിൽ ഇഡ്ഡലി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കടല ചട്നി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും വിചാരിച്ചൊരു ഗുമ്മുണ്ടായില്ല. സാധാരണ ഇതിൽ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലെ ചെറിയ ചായക്കടകളിൽ നല്ല ഇഡ്ഡലിയൊക്കെ പ്രതീക്ഷിക്കുമെങ്കിലും പോരായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ മോശമെന്നല്ല, തന്നെയല്ല രാവിലെ ഈ സമയത്ത് ഇവിടെ മറ്റൊന്നും അങ്ങനെ കിട്ടാനുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ മോശമൊന്നും പറയുന്നില്ല. പക്ഷേ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ എന്താ പറയുക സെറ്റ് ബാക്കുകളൊന്നും ഇല്ലാത്ത അതിമനോഹരമായ എക്സ്റ്ററിൽ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മോളിൽ നിന്ന് കണ്ട ഡാമിൻ്റെ താഴെ നിന്നുള്ള കാഴ്ചയാണ്. വളരെ ചെറിയ ഡാമാണ്, ഇറിഗേഷൻ ഡാമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ നമ്മൾ കാത്തിരുന്ന ആ സുവർണ്ണ നിമിഷം സമാഗതമായിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ലേക്ക്. ഈ ലേക്ക് പക്ഷേ ആർട്ടിഫിഷ്യൽ ആണെന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. കണ്ടു കഴിഞ്ഞാൽ ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി തോന്നുകയില്ല. കാരണം മലകൾക്ക് നടുവിൽ അങ്ങനെ ഒരു കുമ്പിളിൽ എന്ന പോലെ കിടക്കുകയാണ് ഈ ഒരു ലേക്ക്. മറ്റൊരു സത്യമുള്ളത്, ഞെട്ടിക്കുന്ന സത്യം കൂടി ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ്. അതായത് ഊട്ടിയിലെ ലേക്കും ആർട്ടിഫിഷ്യലാണ്. നമ്മളൊക്കെ ബോട്ടിലൊക്കെ പോകുന്ന ഊട്ടിയിലെ ലേക്ക് ആർട്ടിഫിഷ്യലാണ്. പക്ഷേ കൊടൈക്കനാലിലെ ലേക്ക് ആർട്ടിഫിഷ്യൽ അല്ല, അത് നാച്ചുറലാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ലേക്ക് ആർട്ടിഫിഷ്യലാണ്. പക്ഷേ ആർട്ടിഫിഷ്യലാണെങ്കിലും ഒറിജിനലാണെങ്കിലും കാഴ്ചയിൽ ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ടും ഭംഗിയുള്ളതുകൊണ്ടും നമുക്ക് പിന്നെ അങ്ങനെ ഒന്നും കരുതിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി കറങ്ങി തിരിഞ്ഞ് നമ്മളിനി ലേക്കിൻ്റെ സൈഡിൽ എത്താവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് പിന്നെ ഇവിടെ മറ്റെന്തൊക്കെ കാഴ്ചകൾ നിന്നുകൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് അതുകൂടെ കണ്ടതിന് ശേഷം തിരിച്ചു പോകാം. അപ്പോൾ നമ്മൾ മണലാർ എസ്റ്റേറ്റ് കൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല റോഡ് നിന്ന നിപ്പിലങ്ങ് അവസാനിച്ചു. ദ എൻഡ് എന്ന് പറഞ്ഞ പോലെ അങ്ങ് നിന്നുപോയി. പിന്നെ സത്യത്തിൽ അവിടുന്ന് ഇങ്ങോട്ട് ഇവിടെയുള്ള ചില ഓഫ് റോഡ് ജീപ്പുകളിൽ മാത്രമാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ 2-3 ഓഫ് റോഡ് ജീപ്പുകാരെ നമ്മളെ സമീപിച്ചു. പക്ഷെ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ വണ്ടി തന്നെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവർ എന്നാൽ പിന്നെ പൊക്കോ എന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ്. സത്യത്തിൽ ഓഫ് റോഡ് എന്ന് പറയാനില്ലെങ്കിൽ പോലും മോശം വഴിയായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എക്സ്റ്ററിലായതുകൊണ്ട് നമുക്ക് പേടിയൊന്നുമില്ല. നമ്മളെങ്ങനെയും ഇതൊക്കെ താണ്ടി ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് ഉറപ്പാണ്. എന്താണ് ലക്ഷ്യസ്ഥാനം എന്ന് ചോദിച്ചാൽ ഇവിടെ മഹാരാജ വ്യൂ പോയിൻ്റ് എന്നൊരു പോയിൻ്റ് ഉണ്ട്. അത്രേ അവിടെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള തമിഴ്നാടിൻ്റെ കാഴ്ചകൾ കാണാമെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഏകദേശം 10 കിലോമീറ്റർ ഇങ്ങനെ ഈ ഒരു മോശം വഴി കൂടെ പോകണം എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഒന്ന് പോയി നോക്കാം. അപ്പോൾ സാധാരണഗതിയിൽ
മറ്റ് വാഹനങ്ങളെല്ലാം തന്നെ അവിടെ വെച്ച് യാത്ര അവസാനിപ്പിച്ച് പിന്നെ ഇവിടുത്തെ ടാക്സി ജീപ്പിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ധൈര്യമായി പോന്നിരിക്കുകയാണ്. ശേഷം കാഴ്ചയിൽ. അപ്പോൾ ദാ ഇവിടെ ഈ കൊളുന്ത് നുള്ളിയിട്ടിരിക്കുകയാണ്. അതായത് തേയിലച്ചെടിയുടെ ഏറ്റവും തളിര്, അതാണ് കൊളുന്ത്. ആ കൊളുന്താണ് പിന്നീട് ഉണക്കി ഡ്രൈ ചെയ്ത് തേയില ലീഫായിട്ട് മാറുന്നത്. പിന്നെ അത് പൊടിച്ചിട്ട് ഗ്രാനുകൾ അങ്ങനെ പലതരത്തിലാകും. ഇപ്പോൾ അത് ഏറ്റവും മുകളിലായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ മെഷീൻ വെച്ച് ചെയ്യുന്നത് കണ്ടോ, ഏറ്റവും മുകളിൽ കണ്ടോ ശ്യാമ, കണ്ടോ? നേരത്തെ പാവം സ്ത്രീകൾ ഇങ്ങനെ വെളുപ്പാൻ കാലത്ത് തൊട്ട് നിന്ന് അതിങ്ങനെ ഓരോന്നായിട്ട് പ്ലക്ക് ചെയ്യുകയായിരുന്നെങ്കിൽ ഇപ്പോൾ അതാ വളരെ എളുപ്പത്തിൽ മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നു. ഒറ്റയടിക്ക് ഒരു റോയിലുള്ള തേയിലച്ചെടികളുടെ മുഴുവൻ കൊളുന്ത് അങ്ങനെ അങ്ങ് എടുക്കാൻ സാധിക്കും. സത്യത്തിൽ ഞാനും ഇതിപ്പോൾ ആദ്യമായിട്ട് കാണും കേട്ടോ. മോട്ടർ ഘടിപ്പിക്കാതെ ഇത്തരം ഒരു മെഷീൻ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും മോട്ടർ ഘടിപ്പിച്ചത് ആദ്യം കാണുകയാണ്. ഇത് വളരെ എളുപ്പമാണ് വലിയ തേയിലത്തോട്ടങ്ങളിലൊക്കെ. അപ്പോൾ ഇനി മുകളിലേക്ക് നമ്മൾ ഈ മഹാരാജ മേട്ട് എന്ന് പറയുന്ന വ്യൂ പോയിൻറ്റിലേക്ക് നടന്ന് കയറണം. ഇവിടെ നടന്ന് കയറുമ്പോൾ ഒരാൾക്ക് 20 രൂപ വെച്ച് ഫീസുണ്ട്. അത് മുകളിൽ പിരിക്കുമെന്നാണ് അറിയുന്നത്. വലിയ നടപ്പൊന്നുമില്ല. ആ മുകളിൽ ആൾക്കാർ എത്തി നിൽക്കുന്ന അവിടം വരേക്കുള്ള നടപ്പുകളെന്ന് തോന്നുന്നു. എന്തായാലും നടന്ന് വലിയ ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇത്തിരി കഷ്ടപ്പാടായിരിക്കും. പക്ഷേ വെയിലിന് ചൂടുണ്ടെങ്കിലും തണുപ്പുണ്ട് അന്തരീക്ഷത്തിൽ. അതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അവിടെയൊക്കെ മറ്റൊരു ഡാമിൻ്റെ റിസർവയർ കാണുന്നുണ്ട്. ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുമോ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. എന്തായാലും ഇപ്പം മഹാരാജ മേട്ടിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചകൾ കാണാം. ഇവിടെയൊക്കെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയാമെന്നുള്ളത് ആത്മഹത്യപരമാണ്. പട്ടി അണയ്ക്കുന്ന പോലെ അടയ്ക്കുന്നത്. ഇത്ര നടന്നേ ഉള്ളൂ, കണ്ടില്ലേ? നടപ്പൊന്നും ഇല്ലാത്തതിൻ്റെയാ. എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ അമേസിംഗ്ലി ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ബാക്കിയൊക്കെ ഞാൻ മുകളിൽ കയറിയിട്ട് വിശദമായിട്ട് ഒന്ന് നിന്നിട്ട് പറയാം. താഴത്തെ കട നിർത്തിയപ്പോൾ ചേട്ടൻ കാപ്പി കുടിച്ചിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ ചുക്ക് കാപ്പി കുടിച്ചിട്ട് പോകണോ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായത്. തിരിച്ച് ചെല്ലുമ്പോൾ എന്തായാലും കുടിക്കേണ്ടി വരും. അപ്പോൾ ഇതാന്ന് തോന്നുന്നു ടിക്കറ്റ് കൗണ്ടർ. കരിമല കയറ്റം കഠിനവൻ്റെ ഇപ്പോൾ ഇവിടെ കൊണ്ട് ഏകദേശമൊക്കെ അവസാനിക്കാൻ തോന്നുന്നു. ഒന്നുകിൽ നമ്മൾ അവസാനിക്കും, അല്ലെ വഴി അവസാനിക്കും. അപ്പോൾ ഇതാണ് മഹാരാജ മേട്ട്. അതെന്ന് പറഞ്ഞാൽ മേടെന്ന് പറഞ്ഞാൽ മല എന്നാണല്ലോ. മഹാരാജ മല എന്ന് പറഞ്ഞ സംഭവമാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ഭൂമിയാണ്. ഈ ഭൂമി എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ കാൽ കീഴിലുള്ള മുഴുവൻ ഭൂമിയും. ഭൂമി ഉരുണ്ടാണെന്ന് പറഞ്ഞാൽ ഗലീലി അല്ലേ ശ്യാമേ, അതോ മഗ്ഗലനാണോ? ഏതായാലും ആ പുള്ളിക്ക് തെറ്റുപറ്റി. നമുക്ക് കൃത്യമായിട്ട് കാണാം ഇവിടെ പരന്നതാണെന്ന്. ഒരു തരി പോലും വളഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ നല്ലൊരു കാഴ്ചയാണ് ഇവിടുന്ന്. എനിക്ക് തോന്നുന്ന ഒരു സന്ധ്യ സമയത്ത് കിടിലം വ്യൂ ആയിരിക്കും. ഇപ്പോൾ വെയിലുണ്ട്, പിന്നെ ഒരു മിസ്റ്റിൻ്റെ ഒരു ആവരണമുണ്ട് എന്നുള്ളതുകൊണ്ട് കാഴ്ച അത്രയ്ക്ക് ക്ലിയർ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്തായാലും ഗംഭീര സ്ഥലമാണ് കേട്ടോ. 20 രൂപ എടുത്ത് മൂടി വന്നാലും തെറ്റില്ല എന്നാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം. ഈ കൊടും വെയിലത്ത് പതുക്കെ ആ മല കിടന്ന് മിസ്റ്റ് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അധികം നേരം നിൽക്കുമെന്ന് പറഞ്ഞു ഇവിടെ വെയിലുള്ളതുകൊണ്ട്. അങ്ങ് 2 പയ്യന്മാർ ഓടുന്ന കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു പരസ്യത്തിലെ പാട്ടാണ്.
ഞാനും ഒരു വർണ്ണപ്പെട്ടവായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പണ്ടും നമ്മൾ ഓടിയിരുന്നതാണല്ലോ പണ്ട്. ഇപ്പോൾ വയ്യാണ്ടായിരിക്കണം എന്ന് പറഞ്ഞാലായി. വീടെടുത്ത് ക്യാമറമാനെ. അങ്ങനെ അതിമനോഹരമായ ഒരു ഡെസ്റ്റിനേഷൻ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാവൽ ഡയറിയിൽ എഴുതാം. അത് മേഘമലയാണ്. മേഘമലയിൽ എന്താണ് കാണാനുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ അതിഭയങ്കരമായി കാണാനുള്ള കാഴ്ചകളല്ലല്ലോ. ഇവിടുത്തെ അന്തരീക്ഷം അതീവ സുന്ദരമാണ്. അതുപോലെ തന്നെ ലേക്ക് ഉൾപ്പെടെയുള്ള കാഴ്ചകളുണ്ട്. നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ മൂന്നാറിനോടൊപ്പം നിൽക്കുന്ന ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളുണ്ട്. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കടിച്ച് പറിച്ച് പോലുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ. ഉദാഹരണമായിട്ട് നമ്മൾ വാഗമൺ അങ്ങനെയാണ്. പക്ഷേ വാഗമണ് വേറൊരു ഭംഗിയുണ്ടെന്നുള്ള മറ്റൊരു കാര്യം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളുണ്ട്. വളരെ നല്ല വെതറാണെന്ന് മാത്രമല്ല നല്ല ശുദ്ധവായുണ്ട്. കാരണം വാഹനങ്ങളൊക്കെ വളരെ കുറച്ചേ വരുന്നുള്ളൂ. അതിന് കാരണം ഇവിടെ താമസിക്കാനുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണെന്നുള്ളതാണ്. കുറച്ച് ലോഡ്ജുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞങ്ങളെന്തായാലും അവിടെ ഒന്നും താമസിച്ചില്ല. തലേ ദിവസം ഞങ്ങൾ താമസിച്ചത് തേനിയിലാണ്. അവിടുന്ന് രാവിലെ പുറപ്പെട്ടാൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് എത്താവുന്നതുള്ളൂ. അത്രയുള്ള ദൂരമേ ഉള്ളൂ. എന്തായാലും സുന്ദരമായ സ്ഫടിക സുന്ദരമായ ലേക്ക് ഉൾപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലേക്കിൻ്റെ അടുത്തേക്ക് വരാൻ വലിയ പെർമിഷനൊന്നുമില്ല. നമ്മൾ പിന്നെ മലയാളികളായതുകൊണ്ട് വരരുത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എങ്ങനെ എത്താൻ ശ്രമിക്കുമല്ലോ. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ താഴെ വരെ എത്തിയത്. ഇവിടെ ഒക്കെ കുറച്ച് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇനി നന്ദി പറയേണ്ടത് എക്സ്റ്ററിനോടാണ്. എക്സ്റ്റർ ഒരു ഗംഭീരമായ യാത്രയാണ് നമുക്ക് സമ്മാനിച്ചത്. എക്സ്റ്ററിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരു തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും എക്സ്റ്ററിനില്ല. അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ടുണ്ട്. അത് വലിയ നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ നമുക്ക് ഓപ്പൺ സൺറൂഫ് എന്ന് പറഞ്ഞാൽ തുറക്കുന്ന രീതിയിലുള്ള വോയിസ് കമാൻഡുകളുണ്ട്. 60-ലധികം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ബ്ലൂ ലിങ്ക് എന്ന് പറയുന്ന കണക്ടിവിറ്റി 60-ലധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഇതുകൂടാതെ ട്രാൻസ്മിഷനുകൾ നമ്മളിപ്പോൾ ഓടിച്ച AMT ആണ്. അതിന് പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ മാനുവൽ ഉണ്ട്. കൂടാതെ ഇതിന് CNG മോഡലും ഉണ്ട്. വളരെ ലാഭകരമായിട്ട് ഓടിച്ചു പോകാൻ. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എക്സ്റ്ററിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്തായാലും ഗംഭീരമായ ഡ്രൈവാണ് നമുക്ക് സമ്മാനിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു 10-500ഓളം കിലോമീറ്റർ ഓടി കൊച്ചിയിൽ നിന്നാണ്. ഇല്ല, അത്ര ഉണ്ടാവില്ലല്ലേ. എന്തായാലും ഒരു 350 കിലോമീറ്റർ ഓടി ഉണ്ടാവും. പക്ഷേ വളരെ ഗംഭീരമായൊരു ഡ്രൈവായിരുന്നു. വളരെ മോശം വഴികളിലൂടെ ഓടി. അതായത് ഓഫ് റോഡ് വഴികൾ മാത്രമാണെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ കൂടെ പോലും നമ്മൾ ഓടി. അതൊന്നും നമ്മൾ അറിഞ്ഞതേ ഇല്ല. ആ തരത്തിലുള്ള ഗംഭീരമായ ട്രാൻസ്മിഷനുമുണ്ട്. എന്തായാലും ചെറിയ കുടുംബങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു വാഹനമാണ് എക്സ്റ്റർ. ഏതായാലും ഇത്ര ദൂരം ഞങ്ങളെ കാത്തു സൂക്ഷിച്ചതിന് എക്സ്റ്ററിനോട് നന്ദി പറയുന്നു. എക്സ്റ്റർ ഭഗവാനോട് ഇനിയുള്ള ദൂരവും നല്ല രീതിയിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ പേരിലും മേഘമല ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ബൈ.